മെയ് 29 8-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. മർക്കോസ് 10:46 മുതൽ 52 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അന്ധനായ യാചകനായ ബാർട്ടിമേയുസിനെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോടും വലിയൊരു ജനക്കൂട്ടത്തോടും കൂടി ജെറിക്കോ വിട്ടു പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്ധതയും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയും ഉണ്ടായിരുന്നിട്ടും ബാർട്ടിമേയുസ് യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് സംബോധന ചെയ്ത് കരുണയാചിക്കുന്നു. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കൂടിക്കാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദാവീദിൻ്റെ പുത്രൻ എന്ന തലക്കെട്ട് യേശുവിനെ മിശിഹായായി അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. അന്ധനാണെങ്കിലും ബാർട്ടിമേയുസ് യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മറ്റു പലരെക്കാളും നന്നായി കാണുന്നു. എന്നോട് കരുണ കാണിക്കണമേ എന്ന വാക്കുകൾ അനുകമ്പയ്ക്കും സഹായത്തിനുമുള്ള ഒരു നിലവിളിയാണ്. ഇത് എളിമയെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വാക്കുകൾ യേശു രോഗശാന്തിയെ ബാർട്ടിമേയുസിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ശക്തിയെ ഊന്നിപ്പറയുന്നു. ഒരിക്കൽ ജോലി നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒത്തിരി നിരാശ അനുഭവിച്ചു. ബാർട്ടിമേയുസ് യേശുവിനോട് നിലവിളിച്ച് കരഞ്ഞതുപോലെ അവൾ നിരാശയിൽ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൾ തൻ്റെ വിശ്വാസം നിലനിർത്തുകയും ജോലിക്ക് അപേക്ഷിക്കുന്നത് തുടരുകയും ചെയ്തു. ഒടുവിൽ അവൾക്ക് ഒരു ജോലി ലഭിച്ചു. മാത്രമല്ല, അതിയായ സന്തോഷവും സംതൃപ്തി നൽകുന്ന ഒരു കരിയർ കണ്ടെത്തുകയും ചെയ്തു. ബാർട്ടിമേയുസിൻ്റെ കഥ പോലെ അവളുടെ കഥയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ശക്തിയുടെ തെളിവാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ വിശ്വാസം അത്ഭുതകരമായ മാറ്റത്തിലേക്ക് നയിക്കും. യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനും നമ്മുടെ ആവശ്യത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാനും വിശ്വാസത്തിൻ്റെ പരിവർത്തന ശക്തിയിൽ വിശ്വസിക്കാനും ബാർട്ടിമേയുസിൻ്റെ കഥ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോരാട്ടങ്ങളിൽ അത്തരം വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി വിളിക്കാൻ നാം എത്ര തവണ മറക്കുന്നു. ഇന്ന് നമ്മുടെ വിശ്വാസം നിലനിർത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനെ അന്വേഷിക്കാനും ഈ സുവിശേഷ ഭാഗം ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ഒരു ചൊല്ലുണ്ട്, വിശ്വാസം സ്നേഹം പോലെയാണ്. അത് നിർബന്ധിച്ച് നേടാൻ സാധിക്കുകയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.